ഓപ്ഷൻ ട്രേഡിംഗ് സീരീസിന്റെ 4ാമത്തെ വീഡിയോയിലേക്ക് വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഓപ്ഷൻ ട്രേഡിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ ഗ്രീക്സ് അഥവാ ഓപ്ഷൻസ് പാരാമീറ്റേഴ്സിനെ കുറിച്ചാണ്. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഓപ്ഷൻസിൽ എങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കണം, എത്ര പ്രൈസ് സ്റ്റോപ്പ് ലോസ് വെക്കണം, എങ്ങനെയാണ് ഓപ്ഷൻ ട്രേഡിൽ പ്രോഫിറ്റ് ലഭിക്കുന്നത്, മാർക്കറ്റ് മൂവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ടുകളാണ്. ഇതെല്ലാം അറിയണമെങ്കിൽ ഓപ്ഷൻ പാരാമീറ്റേഴ്സിനെ കുറിച്ച് വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. എൻ്റെ വീഡിയോ സീരീസ് കാണുന്ന ഒരാൾ പോലും ഓപ്ഷൻ പാരാമീറ്റേഴ്സിനെ കുറിച്ച് അറിയാതെ ട്രേഡ് ചെയ്യാൻ പോവരുത്. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഓപ്ഷൻ പാരാമീറ്റേഴ്സിന്. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓപ്ഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് പറയുന്ന പാരാമീറ്റർ ആണ്. പേര് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഡെൽറ്റ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ട്രേഡ് എടുക്കുന്നത് നിഫ്റ്റിയിലാണെന്ന് വിചാരിക്കുക. എപ്പോഴും ഇൻഡെക്സുകളിൽ ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓപ്ഷൻ ട്രേഡിങ്ങിൽ സ്റ്റോക്ക് ഓപ്ഷൻ നിങ്ങൾ തൽക്കാലം ഒഴിവാക്കി വെക്കുക. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാം. കാരണം സ്റ്റോക്ക് ഓപ്ഷനേക്കാളും എന്തുകൊണ്ട് നല്ലത് ഒരു ബിഗിനറിന് ഇൻഡെക്സ് ഓപ്ഷൻസ് ആണ്. എന്താണ് ഡെൽറ്റ എന്ന് നമുക്ക് നോക്കാം. അതായത് നിഫ്റ്റിയിലാണ് നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 22,560 അതാണ് നമ്മുടെ സ്പോട്ട് പ്രൈസ്. ഞാൻ വാങ്ങാൻ പോകുന്ന സ്ട്രൈക്ക് പ്രൈസ് 22,500 CE. എപ്പോഴും ഞാൻ പറയുന്നത് കോൾ ഓപ്ഷൻ തന്നെയാണ്. കാരണം കോൾ ഓപ്ഷൻ പഠിക്കാൻ വളരെ സിമ്പിളാണ്. കോൾ ഓപ്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പുട്ട് ഓപ്ഷൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നോളും. അപ്പം ഞാനിവിടെ ബൈ ചെയ്യാൻ പോകുന്ന സ്ട്രൈക്ക് പ്രൈസ് നിഫ്റ്റി 22,500 CE. അതിൻ്റെ വില ഏകദേശം 72 രൂപയാണ്. അപ്പം നിഫ്റ്റി 22,560 എത്തിയപ്പോഴാണ് ഞാൻ 22,500 എന്ന് പറയുന്ന കോൾ ഓപ്ഷൻ 72 രൂപയ്ക്ക് വാങ്ങുന്നത്. ഇനി ഡെൽറ്റ എന്തെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഈ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പ്രീമിയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അണ്ടർലൈങ് അസറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പ്രീമിയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന പാരാമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കുറച്ചുകൂടി സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മളിപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന 22,560 ഞാൻ ബൈ ചെയ്തിരിക്കുന്നത് 22,500 22,500 എന്ത് മണിയാണ്? ഇന്ത് മണിയാണ്. ഇതിൻ്റെ ഇടയിൽ ഒന്നുകൂടിയുണ്ട് 22,550. 550 എന്ന് പറയുന്നത് അഡ്ഡ മണിയും 500 എന്ന് പറയുന്നത് ഇന്ത് മണിയാണ്. ഇന്ത് മണിയാണ് എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അഡ്ഡ മണിയുടെ പ്രൈസ് കൂടി ഞാൻ ഇവിടെ എഴുതുകയാണ്. 22,550 കോൾ ഓപ്ഷന് ഇപ്പോൾ വെറും 22 രൂപ മാത്രമാണ് ഉള്ളത്. അതായത് 22,550 അഡ്ഡ മണിക്ക് 22 രൂപയും 22,500 ഇന്ത് മണിക്ക് 72 രൂപയും ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന സ്പോട്ട് പ്രൈസ് 22,560 അപ്പോൾ ഈ കറണ്ട് സെനാരിയോയിൽ ഈ കറണ്ട് സിറ്റുവേഷനിലാണ് ഞാൻ ഒരു അഡ്ഡ മണിയാണ് ഞാൻ ബൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അഡ്ഡ മണി വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിഫ്റ്റി അഡ്ഡ മണി ഞാൻ ബൈ ചെയ്യുകയാണ്. നിഫ്റ്റി 22,550 എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസ് വെറും 22 രൂപയാണ് ഒരു ക്വാണ്ടിറ്റിയുടെ വില. അതിൻ്റെ ഒരു ലോട്ട് എന്ന് പറയുന്നത് 50 അപ്പം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട പ്രീമിയം 50 × 22 രൂപയാണ്. ഓക്കെ, അപ്പോൾ ആ അത്രയും ക്യാപിറ്റൽ ഞാൻ സ്പെൻഡ് ചെയ്ത് 22,550 CE കോൾ ഓപ്ഷൻ ബൈ ചെയ്തു എന്ന് വിചാരിക്കുക. എപ്പോൾ മാർക്കറ്റ് 22,560 നിൽക്കുമ്പോൾ. ഇനി എങ്ങനെയാണ് എനിക്ക് പ്രോഫിറ്റ് വരുന്നത്? അതായത് 22 രൂപയ്ക്കാണ് ഞാൻ ബൈ ചെയ്തിരിക്കുന്നത്. ഈ 22 രൂപ 23 രൂപയായി കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ പ്രോഫിറ്റ്? 1 രൂപ പ്രോഫിറ്റായി. എൻ്റെ കയ്യിലുള്ളത് 50 ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എനിക്ക് 50 രൂപ പ്രോഫിറ്റ് ലഭിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രീമിയം ചേഞ്ച് ആവുന്നത്? അതായത് 22,560 നിൽക്കുന്ന മാർക്കറ്റ് 22,561, അതായത് അണ്ടർലൈങ് അസറ്റ് 22,560 നിന്ന് ഒരു പോയിന്റ് മൂവ് ചെയ്തു. ഒരേ ഒരു പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രീമിയം അഡ്ഡ മണിയുടെ പ്രീമിയം മൂവ് ചെയ്യുന്നത് 0.5 ആണ്. അതായത് 22.5. ഇനി ഇവിടെ നിന്ന് 562, 63 അങ്ങനെ 50 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്താലോ എത്ര രൂപയായിരിക്കും എൻ്റെ ഈ പ്രീമിയം എന്ന് പറയുന്നത്? അതായത് 560 നിന്ന് 50 പോയിന്റ് മുകളിലേക്ക് മൂവ് ചെയ്തു. മാർക്കറ്റ് 22,610 50 പോയിന്റ് മൂവ് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്രീമിയം എത്ര രൂപയായിട്ടുണ്ടാവും?
അതായത് 25 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ടാവും. യെസ്, അപ്പോൾ 22 പ്ലസ് 25 47 ആയിട്ടുണ്ടാകും 22,550 പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ഡമണിയുടെ ഡെൽറ്റ എന്ന് പറയുന്നത് 0.5 ആണ്. ശ്രദ്ധിക്കുക, അഡ്ഡമണിയുടെ ഡെൽറ്റ മാത്രമാണ് 0.5. എപ്പോഴും കറക്റ്റ് 0.5 ആവണമെന്നില്ല, 0.49 അങ്ങനെ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. പക്ഷെ അപ്രോക്സിമേറ്റ്ലി അഡ്ഡമണിയുടെ ഡെൽറ്റ എന്ന് പറയുന്നത് 0.5 ആണ്. ഇനി ഇതുപോലെ ഇതിൻ്റെ തൊട്ട് താഴെയുള്ളത് ഏതാണ്? ഇൻഡമണിയാണ്. ഇപ്പം ഞാൻ വാങ്ങിയിരിക്കുന്നത് അഡ്ഡമണി കോൾ ഓപ്ഷൻ ആണ്. ഇനി ഫോർ എക്സാമ്പിൾ വേറൊരാൾ വാങ്ങുന്നത് നിഫ്റ്റി 22,500 ഇൻഡമണി കോൾ ഓപ്ഷൻ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ പ്രീമിയം എത്രയാണ്? 72 രൂപയാണ്. അപ്പോൾ 22,560 നിന്ന് 22,561 ഒരു പോയിന്റ് മാർക്കറ്റ് കൂടിയാൽ 500 ബൈ ചെയ്തിരിക്കുന്ന ആളുടെ പ്രീമിയം കൂടുന്നത് 0.5 അല്ല 0.6 ആയിരിക്കും. ഓക്കെ, ഇനി 22,450 ബൈ ചെയ്ത ആളുടെ പ്രീമിയോ കൂടുന്നത് 0.7 ആയിരിക്കും. അതുപോലെ തന്നെ 22,400 വാങ്ങിയ ഒരാളുടെ പ്രീമിയം ഇൻക്രീസ് ചെയ്യുന്നത് 0.8, 0.9, 1 അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഡെൽറ്റ എന്ന് പറയുന്നത് എല്ലാ സ്ട്രൈക്ക് പ്രൈസിനും സെയിം അല്ല. അഡ്ഡമണിയുടെ ഡെൽറ്റ 0.5 ആണ്. ഇൻഡമണിയിലേക്ക് പോകുന്തോറും 0.1 ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോകുന്തോറും, അതായത് 560 നിൽക്കുമ്പോൾ ഔട്ട് ഓഫ് ദ മണി എത്രയാണ്? 22,600 ഔട്ട് ഓഫ് ദ മണിയാണ് അല്ലേ? അപ്പോൾ 22,600 പ്രീമിയം 0.4 വെച്ചിട്ടായിരിക്കും കൂടുന്നത്. 22,650 0.3, 700 0.2 അങ്ങനെ കുറഞ്ഞാണ് ഡെൽറ്റ വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അഡ്ഡമണി കോൾ ഓപ്ഷൻ ആണ് നിങ്ങൾ ബൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്രീമിയം കൂടുന്നത് 0.5 വെച്ചിട്ടായിരിക്കും. അല്ല ഇൻഡമണിയാണ് നിങ്ങൾ ബൈ ചെയ്തിരിക്കുന്നതെങ്കിൽ ഏത് ഇൻഡമണിയാണോ അതനുസരിച്ചായിരിക്കും 0.6, 0.7, 0.8 അങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രീമിയം കൂടുന്നത്. അല്ല OTM ആണ് നിങ്ങൾ ബൈ ചെയ്തിരിക്കുന്നതെങ്കിൽ 0.4, 0.3, 0.2 അങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രീമിയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച്. ഇനി ഇവിടെ ഈ ഡെൽറ്റ വാല്യൂ ഇങ്ങനെ തന്നെയായിരിക്കും നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, സ്ട്രൈക്ക് പ്രൈസ് എപ്പോഴും എന്തായിരിക്കില്ല? കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. കാരണം എപ്പോഴും അഡ്ഡമണി 22,550 ആയിരിക്കുമോ? ഒരിക്കലുമില്ല. മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അഡ്ഡമണി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മാർക്കറ്റ് 550 നിന്ന് 600 എത്തുമ്പോൾ പിന്നെ 22,600 ആയിരിക്കും അഡ്ഡമണി. അപ്പോൾ 550 എന്തായിട്ടുണ്ടാവും? ഇൻഡമണി ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രീമിയം പിന്നെ ചേഞ്ച് ചെയ്യുന്നത് 0.6 വെച്ചിട്ടായിരിക്കും. ഞാൻ പറഞ്ഞത് കൺഫ്യൂഷൻ ആയില്ല എന്ന് വിചാരിക്കുകയാണ്. സോ അതുപോലെ വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ 550 പിന്നെ ഇൻഡമണിയാവും. അപ്പോൾ പിന്നെ 0.8 വെച്ചായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ പ്രീമിയത്തിൽ ചേഞ്ചസ് വരുന്നത്. ആൻഡ് ഒരു ഓപ്ഷൻ റെഫായിട്ടൊക്കെ നിങ്ങൾ വെർച്വൽ പ്ലാറ്റ്ഫോമിലൊക്കെ ബൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പെട്ടെന്നായിരിക്കും ഇത് നമ്മൾ പറയുന്ന പോലെ 0.5, 0.6 മാറുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഇൻഡെക്സുകൾ അത്രയും നല്ല രീതിയിലാണ്, വലിയ മൂവ്മെൻറ്റ്സ് ആണ് ഇൻഡെക്സുകളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നായിരിക്കും പ്രീമിയം ഇങ്ങനെ ചേഞ്ച് ആയി പോകുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കിയിരിക്കുക. ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർക്കുക, നിങ്ങൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 560 മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് മുകളിലേക്ക് പോവാതെ മാർക്കറ്റ് താഴത്തേക്കാണ് പോകുന്നത്. 559 ആവുന്നതെങ്കിൽ നിങ്ങളുടെ പ്രീമിയം അതുപോലെ തന്നെ 0.5 കുറയും, നിങ്ങൾക്ക് ലോസ് വരും. ആ ലോസ് വരുന്നതും പെട്ടെന്നായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും നിങ്ങൾ കറക്റ്റായിട്ട് വെക്കുന്നത് എങ്ങനെയാണ്? അതായത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ അഡ്ഡമണിയാണ് ഇരിക്കുന്നതെങ്കിൽ എത്ര പോയിന്റ് മൂവ് ചെയ്യുമെന്ന് നിങ്ങൾ കാൽക്കുലേറ്റഡ് ആണെങ്കിൽ അതിൻ്റെ പകുതി, ആ പ്രീമിയത്തിൻ്റെ പകുതി എടുത്ത് അത് പ്രീമിയത്തിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണം ടാർഗറ്റ് വെക്കാൻ. അതായത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. 72 രൂപയുള്ള പ്രീമിയമുള്ള ഒരു സ്ട്രൈക്കാണ് നിങ്ങൾ ബൈ ചെയ്യുന്നത്. 50 പോയിൻ്റ് ആണ് നിങ്ങൾ നിഫ്റ്റി മൂവ് ചെയ്യുമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രീമിയം, നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 72 + 25 97 ആയിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. അപ്പോൾ 97 നിങ്ങൾ ടാർഗറ്റ് വെക്കുക. ഇതുപോലെ തന്നെ 10 പോയിന്റ് താഴെയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. അതായത് 560 നിൽക്കുമ്പോൾ 550 വരെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ബെയർ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ അതനുസരിച്ച് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട്. അതായത് 10 പോയിന്റ് എന്ന് പറയുമ്പോൾ 5 രൂപയായിരിക്കണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. അതായത് 72 നിന്ന് 5 കുറച്ചിട്ട് അത് വേണം സ്റ്റോപ്പ് ലോസ് വെക്കാൻ. പക്ഷേ 5 പോയിന്റ് ഒക്കെ വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. പെട്ടെന്ന്
ISL ഒക്കെ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഓപ്ഷൻ്റെ ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ 3-4 വീഡിയോ നിങ്ങൾ കണ്ടുപോയിട്ട് നാളെ തന്നെ പോയി ബൈ ചെയ്യരുത്. വളരെ റിസ്ക് ഉള്ള ഒരു സെഗ്മെൻറ്റാണ് ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുന്നത്. ഈ സീരീസ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുക, റഫായിട്ട് നോക്കുക, വെർച്വൽ ട്രേഡ് ചെയ്യുക, പേപ്പർ ട്രേഡ് ചെയ്യുക, റിയൽ ട്രേഡ് ചെയ്യാതിരിക്കുക. വളരെ സിമ്പിളാണ്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ട്രേഡ് ചെയ്യാനും സിമ്പിളാണ്. പക്ഷെ സക്സസ് ആയിട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ചെറിയ നോളജ് കൊണ്ട് ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. ആൻഡ് എനിക്ക് പറയുമ്പോൾ ഇങ്ങനെ പഠിപ്പിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ബൈ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത്. നാളെ തന്നെ പോയി ആരും ഇത് കണ്ട് ബൈ ചെയ്യരുതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അങ്ങനെ വേണം നിങ്ങൾ ടാർജറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ ഇൻ ദ മണിയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഈ ഡെൽറ്റ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെക്കുക. ഒന്നും കൂടി സിമ്പിളായിട്ട് ഡെൽറ്റ പറയുകയാണെങ്കിൽ അണ്ടർലൈങ് അസറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പ്രീമിയത്തിലുണ്ടാകുന്ന ചേഞ്ചാണ് ഡെൽറ്റ എന്ന പാരാമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെൽറ്റ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്. ഇതും കൂടി ചെക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ക്ലാരിറ്റി കിട്ടും. ഇത് ഓപ്ഷൻ ചെയിനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെറോദയിൽ, സെൻസിബിളിൻ്റെ ഒക്കെ ഓപ്ഷൻ ചെയിനിൽ വളരെ വ്യക്തമായിട്ട് ഡെൽറ്റ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ റിപ്ലൈ ആയിട്ട് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്ന പാരാമീറ്ററാണ്. നമ്മൾ പഠിച്ച സൈൻ തീറ്റ, കോസ് തീറ്റ ആയിട്ട് ഇതിന് ഒരു ബന്ധമില്ല. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയത്തിൽ ഉണ്ടാവുന്ന ഡീകെ, അതായത് സമയം പോകുന്നതിനനുസരിച്ച് നമ്മുടെ പ്രീമിയത്തിൽ ഉണ്ടാവുന്ന കുറവിനെയാണ് നമ്മൾ തീറ്റ ഡീകെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീറ്റ ഡീകെ എന്ന് പറയുന്നത് ഓപ്ഷൻ ബയേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓപ്ഷൻ ബയേഴ്സിൻ്റെ എനിമിയാണ് തീറ്റ ഡീകെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻ ബയേഴ്സിന് തീറ്റ ഡീകെ എനിമി ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. തീറ്റ ഡീകെ പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ പ്രീമിയം, അതായത് ഒരു ഓപ്ഷൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് 2 വാല്യൂസിൻ്റെ സമ്മാണ്. ഒന്ന് ഇൻട്രൻസിക് വാല്യൂൻ്റെയും പ്ലസ് എക്സ്ട്രൻസിക് വാല്യൂ, ഈ രണ്ടിൻ്റെയും സമ്മാണ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഇൻട്രൻസിക് വാല്യൂ, എന്താണ് എക്സ്ട്രൻസിക് വാല്യൂ? പേരൊക്കെ കേട്ട് പേടിക്കണം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ ഒറിജിനൽ വാല്യൂ ആണ്, ഒറിജിനൽ വാല്യൂ. എക്സ്ട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാല്യൂ അല്ല, അതിനെ നമുക്ക് മോഹവില എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ടൈം വാല്യൂ എന്നും പറയാറുണ്ട്. അപ്പം നമുക്ക് ഇവിടെ കുറച്ചുകൂടി സിമ്പിളായിട്ട് മലയാളം തന്നെ കിടക്കട്ടെ, മോഹവില. മോഹവില ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് മോഹവില എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ക്ലിക്കാവും അല്ലേ? അപ്പോൾ അതൊരു ഒറിജിനൽ വാല്യൂ അല്ല, അതൊരു പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇതിൽ എഫക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ എടുക്കാം. 22,560 മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 22,550 ആണ്. 22,550 പ്രീമിയം എത്രയാണ് നമ്മൾ ഓൾറെഡി കണ്ടു. എത്രയാണ്? 22 രൂപ. അപ്പോൾ ഈ പ്രീമിയത്തിൻ്റെ സ്ഥാനത്ത് ഞാനിവിടെ 22 എന്ന് എഴുതി. ഇനി ഇതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ. ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. സ്പോട്ട് പ്രൈസിൽ നിന്ന് സ്ട്രൈക്ക് പ്രൈസ് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻട്രൻസിക് വാല്യൂ കിട്ടും. അപ്പോൾ സ്പോട്ട് എത്രയാണ്? 560. സ്ട്രൈക്ക് എത്രയാണ്? 550. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10. അപ്പോൾ ഇൻട്രൻസിക് വാല്യൂ 10 ആണ്. അപ്പോൾ എക്സ്ട്രൻസിക് വാല്യൂ എത്രയായിരിക്കും? 12 അല്ലേ? കാരണം 10ഉം 12ഉം കൂട്ടിയാലും 22 കിട്ടുക. ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒറിജിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ, നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് പ്രൈസ് മാർക്കറ്റിൻ്റെ, അതായത് ഇപ്പം നിൽക്കുന്ന സ്പോട്ടിനേക്കാൾ എത്ര ഉള്ളിലാണ് എന്നുള്ളതാണ്. അതായത് സ്പോട്ട് പ്രൈസും നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇൻട്രൻസിക് വാല്യൂ. അതായത് 22,500 ഇൻട്രൻസിക് വാല്യൂ എത്രയാണ്? നിങ്ങൾ തന്നെ പറയൂ, എത്രയാണ്? 560. 500 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 60 അല്ലേ? അപ്പോൾ 60 ആണ് ഇൻട്രൻസിക് വാല്യൂ. ഇതിൻ്റെ പ്രീമിയം നമ്മൾ ഓൾറെഡി നേരത്തെ എഴുതി 72. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രൻസിക് വാല്യൂ എത്രയാണ്? 22,500 പ്രീമിയം 72 ആണ്. ഇത് നമ്മളുടെ ഡിഫറൻസ് 60 ആണ്. ആൻഡ് ഇതിൻ്റെയും എക്സ്ട്രൻസിക് വാല്യൂ 12 ആണ് വന്നിരിക്കുന്നത്. എപ്പോഴും 12 ആവണമെന്നില്ല, സെയിം ആയിരിക്കില്ല എപ്പോഴും എക്സ്ട്രൻസിക് വാല്യൂ, ഡിഫറെൻ്റ് ആയിരിക്കും. ഇന്നിപ്പോൾ എക്സ്പയറി ഡേ കഴിഞ്ഞതുകൊണ്ടാണ് ഇത് രണ്ടും സെയിം എക്സ്ട്രൻസിക് വാല്യൂ വന്നതെന്ന് തോന്നുന്നു. എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഓക്കെ, ഇതാണ് ഇൻട്രൻസിക് വാല്യൂ, എക്സ്ട്രൻസിക് വാല്യൂ. ക്ലിയർ ആണല്ലോ? പ്രീമിയം നമുക്ക് ഓൾറെഡി കിട്ടും. എവിടെ നിന്ന് കിട്ടും? ഓപ്ഷൻ ചെയിനിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ആൻഡ് ഇൻട്രൻസിക് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? അത് ചാർട്ട് നോക്കണം.
അതായത് സ്പോട്ട് പ്രൈസ് നമ്മൾ ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണ് സെലക്ട് ചെയ്യുന്നത് അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇൻട്രിൻസിക് വാല്യൂ. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ മോഹവിലയാണ്. അതായത് ഒറിജിനൽ വാല്യൂ ഒരു സ്റ്റോൺ ആയിട്ടും ഈ മോഹവില എന്ന് പറയുന്ന ഒരു ഐസായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഒറിജിനൽ വാല്യൂ സ്റ്റോണും മോഹവില ഐസുമാണ്. അപ്പോൾ ഐസിൻ്റെ പ്രത്യേകത എന്താ? സമയം പോകുന്നതിനനുസരിച്ച് ഈ ഐസ് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ സമയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ മോഹവില കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു അറ്റ് ദ മണി ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങുന്നത് ഈ സ്റ്റോണും ഐസും ഒരുമിച്ചാണ്. കുറേ നേരം കഴിഞ്ഞിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയില്ല എങ്കിൽ ഈ ഐസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മെൽറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ 12 രൂപ മെൽറ്റ് ആവാനുണ്ട് എന്ന് വിചാരിക്കും. അത് ഒറ്റയടിക്ക് മെൽറ്റായി പോവുകയല്ല, സമയം കുറേശ്ശെ പോകുന്നതിനനുസരിച്ച് ഈ മെൽറ്റിംഗ് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ഓപ്ഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച തൊട്ട് മെൽറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. വെള്ളി, ശനി, ഞായർ മാർക്കറ്റ് ഇല്ല. തിങ്കൾ, ചൊവ്വ, ബുധൻ. ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് നടക്കുന്നത് എന്നായിരിക്കും? വ്യാഴാഴ്ച ആയിരിക്കും. കാരണം എന്താ? വ്യാഴാഴ്ച ആകുമ്പോഴും ആ ഓപ്ഷൻ്റെ എക്സ്പയറി തീരാൻ പോവാണ്, നമ്മുടെ പ്രതീക്ഷകളൊക്കെ തീരാൻ പോവാണ്. മാർക്കറ്റ് നമ്മൾ വിചാരിച്ച പോലെ മുകളിൽ പോകുന്നില്ല, ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രതീക്ഷയൊക്കെ തീർന്നു. അപ്പോൾ പെട്ടെന്നായിരിക്കും മെൽറ്റിങ്. അപ്പോൾ ഒരു ഓപ്ഷൻ ബൈ ചെയ്ത് ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മളൊരു ഓപ്ഷൻ ബൈ ചെയ്തു, ഒരു 2-2:45 ഈ ഓപ്ഷൻ, അതായത് മാർക്കറ്റ് എങ്ങും പോകുന്നില്ല, അവിടെ തന്നെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കും ഈ 72 രൂപ ചിലപ്പോൾ ഒരു 50 രൂപയൊക്കെ ആവുന്നത്. കാരണം പെട്ടെന്ന് തന്നെ അതിന് ഡീക്കെ സംഭവിക്കും. കാരണം എക്സ്പയറി ഡേ അടുത്തു, മാർക്കറ്റ് തീരാൻ പോവുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബെറ്റ് വെച്ചേക്കുകയാണ്, അതായത് സഞ്ജു സാംസൺ സെഞ്ചുറി അടിക്കുമെന്നുള്ളൊരു ബെറ്റ് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇനി 2 ബോളും കൂടി ഉള്ളൂ, ഒരു 20 റണ്ണ് വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം 2 ബോളിൽ 20 റണ്ണ് അടിച്ചെടുക്കാൻ പോകുന്നില്ല. അപ്പം അതുപോലെ തന്നെ മാർക്കറ്റ് ഇനി അവിടെ എത്താൻ പോകുന്നില്ല എന്ന് ഉറപ്പാവുമ്പോൾ പെട്ടെന്നായിരിക്കും ഈ ഡീക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീറ്റ ഡീക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോകുന്നതിനനുസരിച്ച് പ്രീമിയത്തിൽ ഉണ്ടാവുന്ന കുറവാണ് തീറ്റ ഡീക്കെ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഓപ്ഷൻ ബയ്യറുടെ എനിമി എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? നമുക്ക് ഒരു ഓപ്ഷൻ ബൈ ചെയ്യണമെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു മൊമെൻറ്റം വേണം. മാർക്കറ്റ് മുകളിൽ പോയാൽ മാത്രമേ, നല്ല മൊമെൻറ്റത്തോടു കൂടി മുകളിൽ പോയാൽ മാത്രമേ ഒരു ഓപ്ഷൻ ബയ്യർക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കുള്ളൂ. അല്ല മാർക്കറ്റ് സൈഡ് വൈസ് ആണെങ്കിലും ലോസ് ആയിരിക്കും, മാർക്കറ്റ് താഴെ പോയാലും കോൾ ബയ്യർക്ക് ലോസ് ആയിരിക്കും. എപ്പോഴും മാർക്കറ്റിൽ നല്ലൊരു മൊമെൻറ്റം കിട്ടിയാൽ മാത്രമേ ഒരു ബയ്യർക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് തോന്നുന്ന സമയത്ത് ഒരു ഓപ്ഷൻ ബൈ ചെയ്ത് വെക്കാം, എപ്പോഴെങ്കിലും അത് മുകളിൽ പോകുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും അതിൻ്റെ പ്രീമിയം കുറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓപ്ഷൻ ഗ്യാംബ്ലിംഗ് ആണ്, പെട്ടെന്ന് അതിൻ്റെ പ്രീമിയം കുറഞ്ഞു പോയി. എന്തുകൊണ്ടാണ് ആ പ്രീമിയം കുറയുന്നത്? സമയം പോകുന്നതിനനുസരിച്ച് പ്രീമിയത്തിൽ ഉണ്ടാകുന്ന കുറവാണ്. പക്ഷേ ഒരു സെല്ലറെ സംബന്ധിച്ചിടത്തോളം തീറ്റ ഡിക്ക് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്. കാരണം എന്താ? സെല്ല് ചെയ്യുന്ന ഒരാൾക്ക് പ്രീമിയം കുറയുന്നത് ബെനഫിറ്റാണ്. ഓക്കെ, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ എപ്പോഴും ഒരു ഓപ്ഷൻ ബയ്യർ ഈ മോഹവിലയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇതറിയാതെ, ഇത് പലരും അറിയുന്നത് ട്രേഡ് ചെയ്ത് ലോസ് വന്നതിന് ശേഷമാണ് പലരും അറിയുന്നത് ഒരു തീറ്റ ഡിക്കെ എന്ന് പറയുന്ന സംഭവം ഇതിലുണ്ടെന്ന്. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർ ട്രേഡ് ചെയ്ത് പൈസ കളഞ്ഞതിനെ കുറിച്ച് അറിയരുത്, ഈ വീഡിയോ കണ്ട് ഇതിനെക്കുറിച്ച് അറിയുക. ആൻഡ് ഈ ബൈങ്ങിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂടെ ഞാൻ ഈ തീറ്റ ഡിക്കെ ഇനി റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടിടും, ഞാൻ റിപ്ലൈ തരാം. അപ്പം ഡെൽറ്റയും തീറ്റയും നമ്മൾ പഠിച്ചു, ഇനി നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.